ഹലോ. അപ്പോൾ ഭബ്ബ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഞാൻ കണ്ടത് എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലെ 9 മണിക്കുള്ള ഷോയ്ക്കാണ്. ആലപ്പുഴ പാൻ സിനിമാസിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ രാവിലെ ഇറങ്ങി നേരെ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചു. അതിനിടയ്ക്ക് റോങ് സൈഡ് കയറി വന്ന് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ നടത്താൻ ശ്രമിച്ച പ്രൈവറ്റ് ബസ്സുകാരൻ്റെ പിതാവിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. അത് കഴിഞ്ഞ് തിയേറ്ററിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. അതായത് ചെണ്ടമേളം പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ പടത്തിന് കയറി പടം തുടങ്ങി. ഈ പടത്തിന് ചിലപ്പോൾ എനിക്ക് 2 അഭിപ്രായം ഉണ്ടാകും. കാരണം ഇത് തന്നെ ഞാൻ ഈ സിനിമ കണ്ട ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു വൈബ് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു സാങ്കല്പിക യൂണിവേഴ്സിലാണ് ഈ കഥ നടക്കുന്നത്. ഫാൻസിനെ കയ്യിലെടുക്കാനുള്ള എല്ലാ പരിപാടികളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങിയ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ദിലീപിൻ്റെ ഇൻട്രോയുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നടക്കുന്നതെല്ലാം സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് നോ ലോജിക് എന്ന്. അപ്പോൾ അതിനോട് 100% നീതി പുലർത്തിയിട്ടാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ലോജിക്കൊന്നും പടത്തിലില്ല. എഴുതി കാണിക്കുന്ന പോലെ തന്നെ ലോജിക്കൊന്നുമില്ല. കാരണം തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നിസ്സാരമായിട്ടാണ് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ലോജിക്ക് നോക്കി ഈ സിനിമ കാണരുത്. അങ്ങനെ ലോജിക്ക് നോക്കാൻ താല്പര്യമുള്ളവർ പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോ സിനിമയും കാണേണ്ട അതിൻ്റെ ആയിട്ടുള്ള രീതികളുണ്ട്. അതിനുശേഷം വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രോ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു പക്ക സ്പൂഫ് പടമാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ ഒരു പക്ക സ്പൂഫ് പടത്തിൽ ഒരു മാസ് മസാല സിനിമ ടൈപ്പ് ആക്ഷൻ കൊറിയോഗ്രഫി വന്നിട്ട് തെലുങ്ക് സിനിമയുടെ പോലത്തേക്ക് ഒരു കഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ടോട്ടലി ഈ പടം. ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പടം കണ്ട ഈ 2025 ഇപ്പോൾ തീരാൻ പോകുന്നു. ഇനി ഏതൊരു 10 ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 2025 വർഷം തുടങ്ങി ഇപ്പോൾ ഈ ഡിസംബർ എത്തി നിന്നിട്ട് ഇത്രയും സെലിബ്രേഷൻ മൂഡിൽ ഞാൻ ആദ്യമായിട്ടൊരു പടം കാണുന്നത് ഈ 2025. ഞാൻ കുറച്ച് ക്ലിപ്പ് ഇവിടെ കാണിക്കാം. ഞാൻ അതിനുവേണ്ടി തിയേറ്ററിലെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും സെലിബ്രേഷൻ ആയിരുന്നു തിയേറ്ററിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് വൈബായിരുന്നു. അപ്പോൾ ആ ഒരു വൈബിലൊക്കെ പടം കണ്ടിരിക്കാൻ ബെസ്റ്റ്. നമുക്ക് എന്താ പറയുക, സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്ത് ആ ഒരു പക്ക വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്. ചുമ്മാ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കാനാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. നമ്മുടെ VIP മൂവിയിൽ ധനുഷിൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്ത ശരണ്യ പൊന്നോണ്ണൻ അവർ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അവരടുത്ത ഇൻട്രോയിൽ അവരാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്ടർ ദേവ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ കാര്യം, പുള്ളിയുടെ തന്നെ പഴയ സിനിമകളിൽ പറഞ്ഞ ഡയലോഗ്, അതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പുള്ളിക്ക് ദേവ്ജി എന്ന് പറയുന്ന പുള്ളിയുടെ ഇൻഷലാണ്. ദേവ്ജി IPS എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ എല്ലാവരും ദേവ്ജി എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. ബൈജു സന്തോഷാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിന് എപ്പോൾ കൊടുത്താലും ആ റോൾ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യും. പിന്നുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബാലു വർഗീസ് വരുന്നുണ്ട്, അശോകൻ വരുന്നുണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. അപ്പം ഇങ്ങനെ വലിയൊരു താരനിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവെൽ വരെ ഇതെന്താണ് സംഭവം ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഒരു ഇത് തോന്നിയില്ല. ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിന് മുമ്പ് തൊട്ട് ചെറുതായിട്ട് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ആ എൻ്റർടൈൻമെൻറ്റ് ലെവലിലുള്ള ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു പടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പറയണല്ലോ, മോഹൻലാലിൻ്റെ വരവുണ്ട്. അദ്ദേഹത്തിനെ ബൂസ്റ്റ് ചെയ്ത് മാക്സിമം ഫാൻസിന് എന്താണ് വേണ്ട ആ സാധനം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ പാട്ട്, അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന പാട്ട്, ആ തിയേറ്ററിൽ അപാര വൈബായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. ഞാൻ അതിൻ്റെ 1-2 ക്ലിപ്പ് കൂടെ കാണിക്കാം. അപാര വൈബ് എന്ന് പറഞ്ഞാൽ അപാര വൈബായിരുന്നു. ആ ഒരു ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കഥയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കരുത്. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടി. അതുപോലെ സെലിബ്രേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി അതൊരു ലെവൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മോഹൻലാലും ദിലീപും കൂടെ ഉള്ള ഫൈറ്റ് ഉണ്ട്. അതുപോലെ ദിലീപ് ഒറ്റയ്ക്ക് എന്നുള്ള ഫൈറ്റ് ഉണ്ട്. ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ടൈമിലൊക്കെ ദിലീപ് റിയാസ് ഖാൻ വരുന്നുണ്ട്. റിയാസ് ഖാൻ ഒരു ഫൈറ്റ് സീക്വൻസിൽ വരുന്നുണ്ട്. അപ്പം ആ ഫൈറ്റിൻ്റെ സമയത്ത് ദിലീപിൻ്റെ തന്നെ ഒരു പാട്ട്, അപ്പോൾ ആ പാട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സസ്പെൻസ് പോകും. ദിലീപിൻ്റെ തന്നെ ഒരു വെറൈറ്റി പാട്ട് ഇട്ടിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. സെറ്റപ്പ് ആയിരുന്ന സാധനം. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഒരു തിയേറ്റർ വൈബിന് പറ്റിയ, ഒരു സെലിബ്രേഷൻ മൂഡിന് പറ്റിയ ഒരു പടം. ലോജിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ കഥയോ ഒന്നും നോക്കാതെ, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഒരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയ പടം. സ്പൂഫുണ്ട്, നല്ല രീതിയിൽ പടത്തിനകത്ത് സ്പൂഫുണ്ട്. പല സിനിമകളുടെയും കാര്യങ്ങളുടെയും ഇവരുടെയൊക്കെ തന്നെ പല റെഫറൻസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിൻ കിങ്സ്ലി ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ചുമ്മാ ഒരു കേമിയോ വെച്ച് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ
എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് തോന്നിയത്. ലാലേട്ടൻ വരുന്ന ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സെലിബ്രേഷൻ വൈബായിരുന്നു. എൻ്റെ പൊന്നോ, തിയേറ്റർ പൂരപ്പുറമ്പായി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ വർഷം ഞാൻ കണ്ടൊരു പടത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. അതൊരു അന്യായ വൈബ് സാധനമായിരുന്നു. അപ്പോൾ ഒരു വൈബൊക്കെ പിടിച്ച് അങ്ങനെയുള്ളൊരു സെറ്റപ്പിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. അല്ല ലോജിക്ക് നോക്കി കഥ വേണം, അതുപോലെ തന്നെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ നോക്കി സിനിമ കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് എന്തായാലും രണ്ടഭിപ്രായം വരും. അത്യാവശ്യം ഈ രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് കാണാൻ ആഗ്രഹിച്ച് കാണുന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയാൻ സാധ്യത. അല്ലാതെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചൊരു ബുദ്ധിജീവി ലെവലിലൊക്കെ സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇഷ്ടപ്പെടാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയണം. നമ്മൾ അല്ലാതെ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റേന്ന് മറിച്ചാണെന്ന് പറയുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഫൈറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അതുപോലെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന സോങ് തിയേറ്ററിൽ ഭയങ്കര വൈബായിരുന്നു. പിന്നെ ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പഴയൊരു എനർജിയൊക്കെ കൊണ്ടുവരാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഏജിൻ്റെ ആയിട്ടുള്ള അറിയാമല്ലോ, എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പരിമിതികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു പരിമിതി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു പഴയ എനർജിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഫാൻസിൽ ലാലേട്ടൻ ഫാൻ ബോയ് മൊമെൻറ്റ്സ് ഒരുപാട് കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണിത്. അപ്പോൾ ഫാൻസിന് നല്ല രീതിയിൽ ആഘോഷിക്കാം. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കഥയോ ലോജിക്കോ ഒന്നും നോക്കാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ കണ്ടിറങ്ങിയ ഷോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി കാണാം.